ഇന്നത്തെ വീഡിയോ ഒരു അച്ചാർ പ്രിപ്പറേഷനാണ്. അച്ചാറിന് എന്താ ഇത്ര സ്പെഷ്യൽ എന്നല്ലേ? നമ്മളെല്ലായിടത്തും കുറേ അച്ചാർ ഉണ്ടാക്കണം കണ്ടുണ്ട്. ഈ അച്ചാർ ഞങ്ങൾക്ക് സ്പെഷ്യലാണത് ഞങ്ങളുടെ ഹാൽഡിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഹാൽഡിന് ആരാന്നല്ലേ? അപ്പോൾ എൻ്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് പേര് യൂട്യൂബിൽ കണ്ടുണ്ടാവും. നമ്മുടെ ചാനലിൽ മിക്സ് ആയിട്ടാണ് ഇടുന്നത്. അതായത് വീട്ടിലെ വിശേഷങ്ങളും കൂടാണ്ട് നമ്മുടെ ഫാമിലി ഫങ്ഷൻസും ഒക്കെ ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഫാമിലി ഫങ്ഷൻസ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞതൊക്കെ. അപ്പോൾ ഹസ്ബൻഡ് കാനഡയിലാണ്. അപ്പോൾ പുള്ളിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മമ്മി ഒരുപാട് സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. നിങ്ങളും ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കണം. ട്രൈ ചെയ്തിട്ട് നന്നായാൽ നമ്മൾ അറിയിക്കുകയും വേണം. താങ്ക് യു. നമ്മൾ ചെമ്മീൻ അച്ചാറുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ 3 കിലോ ചെമ്മീൻ നന്നാക്കിയതാണ് മേടിച്ചത്. അത് വേവിച്ചു. ആദ്യം തന്നെ വെള്ളം നല്ലോണം വാല വെച്ചിട്ട് വേവിച്ചു. അതിൽ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഫുള്ളായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു 3/4 കിലോ വെളിച്ചെണ്ണയോളം വേണ്ടി വന്നു. എന്നിട്ട് അതിലെടുത്തിട്ട് വെള്ളം വറ്റി അപ്പോൾ വറുത്ത പോലെയായി ഉണ്ടോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ പച്ചമുളക് വറുത്തിട്ടൊക്കെയാണ്. ഇനി ഇതേ വെളുത്തുള്ളി വറുക്കണം. വെളുത്തുള്ളി വറുക്കുമ്പോൾ വെച്ചാൽ നമ്മൾ മുഴുവൻ പകുതി വെളിച്ചെണ്ണയും പകുതി എണ്ണയും ഒഴിച്ചിട്ടാണ് വറുത്തെടുക്കണം. ശരിക്കും ഒരു 3 കിലോ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഏകദേശം ഒരു 1.5 കിലോ വെളുത്തുള്ളിയോളം നന്നാക്കി ഇടാം. 3 കിലോ ചെമ്മീൻ. ഇതിപ്പോ ചെമ്മീൻ നന്നാക്കി വന്നപ്പോ ആകെ നമുക്കൊരു 1.5 കിലോ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഏകദേശം ഇത് ഒരു 3/4 കിലോളം വെളുത്തുള്ളി വെളുത്തുള്ളി കൂടുതലിട്ടാൽ നല്ലതാണ്. നന്നാക്കാൻ എളുപ്പത്തിന് പറ്റാത്തതിനോട് കുറച്ച് നന്നാക്കി. ഇതിലിപ്പോ ഏകദേശം ഒരു 3/4 കിലോ വെളുത്തുള്ളി എല്ലാതും വറക്കണം. നമ്മൾ വെളിച്ചെണ്ണയും എണ്ണയും കുട്ടി ഒഴിച്ചേക്കണം. ഞാൻ ഈ വറുത്ത് കോരുന്നത് ഇതിലേക്ക് ഇട്ടു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് വേപ്പിൻ്റെ ഇല കുറച്ച് പച്ചമുളകും കൂട്ടി അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് മൊരിയിക്കണം. ഈ വെളിച്ചെണ്ണ പ്ലസ് എണ്ണയിലേക്ക് ഈ ഇതിന് എല്ലാം വറുത്ത് കോരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി അതിലേക്ക് പച്ചമുളകുണ്ട് കുറച്ച് വേപ്പിൻ്റെ ഇല ഇത് വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയിട്ട് ഇതൊരു ഒരുവിധം ബ്രൗൺ ആവണ വരെ ഈ വറുത്ത് കോരി വെളിച്ചെണ്ണയിൽ ഇതിടാം. വല്ലാണ്ട് ബ്രൗൺ ആവുമ്പോ കിരികിരിന്ന് ആവരുത്. അതാണ് അതിൻ്റെ ഇത്. ചെറിയ തീയിലിട്ട് ഇളക്കിയാൽ മതി. കുറേ ഉണ്ട്. ഇതിനത്യാവശ്യം ഏകദേശം നല്ല കളർ കിട്ടിയാൽ നമുക്ക് കാശ്മീരി മുളക് മധുരം എരിവ് വരില്ല. സ്വല്പം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം. ലേശം മഞ്ഞൾപ്പൊടി വേണ്ട. നോക്കിയോ പാകത്തിന് ഉപ്പെടുത്ത ചെമ്മീനിലൊക്കെ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അപ്പൊ ഇതിലേക്കുള്ളത് ഉപ്പിടുക. കുറച്ച് മുന്തി നിൽക്കണം അച്ചാറിലേക്ക് എപ്പോഴും ഉപ്പ്. പിന്നെ അത് വെളുത്തുള്ളിക്കുള്ള ഉപ്പൊക്കെ വേണമല്ലോ. പുളിയുണ്ട്, ഉപ്പിന്റെ കുറവാണ്. അപ്പൊ കുറച്ചുകൂടി ഉപ്പിടണം. അത് ടേസ്റ്റ് ചെയ്ത് നോക്കണം നമ്മൾ. അപ്പൊ നമുക്കറിയാൻ പറ്റും. ഇത് നല്ലോണം പുളിയും വരണം. എന്നാലാണ് ചൊക്ക ഒഴിക്കുമ്പോൾ ഇത് കൂട്ടിയാൽ തന്നെ ചോറിന. ഇതിലേക്ക്
ഇത് ശരിക്കും പെരളനായിട്ട് ഇരുന്നാൽ നാളേക്ക് ഇത് ഇതിൻ്റെ ഉള്ളിൽ കുറുകും. കാരണം ചെമ്മീൻ വറുത്തേക്കുന്നതാണ് നമ്മൾ. ഇതിൽ ഇതൊന്നും പോരാ. വെളുത്തുള്ളി കണ്ടോ, ഇനി ഉപ്പ് നോക്കാം. ഇനി ഇതിലേക്ക് ഒരു എത്ര ഗ്രാമ്പൂ, ചെറുതായിട്ട് ഒരു മസാല 4-8 ഗ്രാമ്പൂ, 10 ഗ്രാമ്പും ഒരു 4-5 കഷ്ണം ഇതൊന്ന് ചതച്ച് ഇട്ടിടണം. ചെറുതായിട്ടൊന്ന് പൊട്ടിയാൽ മതി കേട്ടോ. ഗ്രേവി തന്നെ കൂട്ടാൻ സ്വാദുണ്ടാവും. സാധായില്ലേ ഈ നമ്മുടെ ലക്ഷദ്വീപുകാരൊക്കെ എന്താ വെച്ചാൽ ചിലവർ ചെയ്യണ്ട് ഇതില് നമ്മുടെ കായം ഉലുവയൊക്കെ പൊടിച്ചിടുന്നവരുണ്ട്. പക്ഷെ ഞങ്ങളത് ചെയ്യാറില്ല. പക്ഷെ നോൺ ഐറ്റംസിന് എപ്പോഴും കായം ഉലുവയൊന്നും അത്ര നന്നല്ല. അത് മാങ്ങ നാരങ്ങയ്ക്കൊക്കെ ഉലുവ കായം. ഇതിലേക്ക് ഇപ്പോൾ ഒരു ചെറിയ മസാലയുടെ ഒരു ടേസ്റ്റ്.